സ്തോത്രം. ഇങ്ങനെ ഒരു അവസരം കൂടെ പ്ലാന്റ് ഫോർ ദി ലിവിംഗ് വേൾഡ് മീഡിയ പ്ലാറ്റ്ഫോമിൽ കയറുവാൻ തക്കണം എനിക്ക് ലഭിച്ച അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എന്നെ പ്രോത്സാഹിപ്പിച്ച ഡാലിക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നമുക്കിങ്ങനെ കൂടി വരുവാൻ തക്കണം ഇടയാക്കി. ഇത് നമ്മുടെ 246 പ്രെയർ സൂം മീറ്റിംഗ് ആണ്. കഴിഞ്ഞ 245 പ്രാവശ്യവും നമുക്ക് ദൈവസന്നിധിയിൽ കൂടി വരുവാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ദൈവം സഹായിച്ചു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇന്നത്തെ പ്രോഗ്രാം ഒന്ന് വായിച്ചോളട്ടെ. പ്രേസ് ആൻഡ് ഓപ്പണിംഗ് പ്രെയർ ലൂസി തോമസ് വന്നിട്ടുണ്ടല്ലോ. രണ്ട് പാട്ട് പാടുന്നത് ആശ്രിത് കണ്ണൻ. പിന്നെ മെസ്സേജ് ഫേബ റോയ് 20 മിനിറ്റ്. പിന്നെ പ്രെയർ 7:25 വരെ. ക്ലോസിംഗ് പ്രെയർ ലീലാമ കുര്യാക്കോസ്. ദൈവത്തിന്റെ മഹത്വം. ആദ്യമായിട്ട് ഞാൻ 2 വാക്യങ്ങൾ വായിച്ചോളട്ടെ. സംഗീതത്തിന് 75 1 തൊട്ട് 3 വരെ. ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ നാമം അടുത്തിരിക്കുന്നു. ഞങ്ങൾ നിന്റെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. ഭൂമിയുടെ സകല നിവാസികൾ മുഴുകി പോകുമ്പോൾ ഞാൻ അതിലെ തൂണുകളെ ഉറപ്പിക്കും. ദൈവത്തിന്റെ സ്തോത്രം. സകലവും വലിയവനായ ദൈവത്തിന്റെ കൈക്കീഴിലാണ്. ഭയത്തോടെ അവനെ സ്തുതിച്ച് ആരാധിച്ച് ഹൃദയ ദൈവസന്നിധിയിൽ പകരാം. സ്തോത്രം. ഈ സമയത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് പ്രിയ സിസ്റ്റർ ലൂസി തോമസിനെ ക്ഷണിച്ചോളുന്നു. ലൂസി തോമസ്. ഉണ്ട്. കേൾക്കാമല്ലോ. കേൾക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേയും അവിടുത്തെ വലിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ, അവിടുന്ന് അത്യന്ത സ്തുത്യനാണല്ലോ. അവിടുന്ന് സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമാണ്. അവിടുന്ന് സ്തുതികൾമേൽ വസിക്കുന്ന ദൈവമാണല്ലോ കർത്താവേ. അവിടുന്ന് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി ജീവിക്കുന്നു കർത്താവേ. അവിടുന്ന് സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയുമായ ദൈവമാണ് കർത്താവേ. അവിടുത്തെ മുമ്പാകെ എളിവറിയതുമില്ല എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. എങ്കിലും അവിടുന്ന് എളിയവരെ സ്നേഹിച്ച് അവിടുത്തെ കർത്താവെ പുത്രനെ കാൽവറി ക്രൂശിൽ യാഗമായി തീർത്ത, ഞങ്ങൾക്ക് പകരമായി യാഗമാക്കി തീർത്ത അവൻ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പാദവൃന്ദങ്ങൾ ഞങ്ങൾ വീഴുന്നു, നമസ്കരിക്കുന്നു. ഞങ്ങളുടെ സകല സ്തുതിയും സ്തോത്രവും ബഹുമാനവും പുകഴ്ച അവിടുത്തെ പാദവൃന്ദങ്ങൾ അർപ്പിക്കുന്നു. ദൈവമേ, ഈ ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇന്ന് 246 മീറ്റിംഗായി ഇന്ന് കൂടി വരുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ, ഓരോ ദിവസവും അവിടുന്ന് തരുന്ന ദാനമാണല്ലോ കർത്താവെ. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടവരെത്രയോ പേർ ഈ ലോകം വിട്ട് കടന്നുപോയി. എന്നാൽ വീണ്ടും ജീവനുള്ളവരുടെ ദേശത്തെ ഞങ്ങളെ ശേഷിപ്പിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് MC എന്ന ശാന്തമാമയ്ക്കായി കർത്താവെ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു കർത്താവെ. പ്രോഗ്രാമൊക്കെ ഭംഗിയായി ലീഡ് ചെയ്യുവാൻ തക്കവണ്ണമുള്ള കൃപ കൊടുക്കണമേ. അവിടുത്തെ കൃപയാൽ നിറയ്ക്കണേ, അവിടുത്തെ ആത്മാവാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് മനോഹരമായ പാട്ടുകൾ പാടി അവിടുത്തെ സ്തുതിപ്പാനായിട്ട് അസ്നത് കണ്ണൻ ഞങ്ങളുടെ മധ്യേ വന്നിട്ടുണ്ടല്ലോ കർത്താവെ. പ്രിയ സഹോദരിയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. മനോഹരമായ പാട്ടുകളെ പാടി അവിടുത്തെ പാടി സ്തുതിപ്പാൻ തക്കണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ദൈവത്തിന്റെ വചനം ഭാഗിച്ചേരുവാനായിട്ട് സിസ്റ്റർ ഫേബ റോയി കർത്താവെ ഞങ്ങളുടെ മധ്യേ വന്നിട്ടുണ്ടല്ലോ കർത്താവെ. അവിടുന്ന് അയച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് കൊടുത്തിരിക്കുന്ന വചനം അത് കർത്താവെ വിളമ്പി തരുവാൻ തക്കോണം കർത്താവെ പ്രിയമകളെ എടുത്തുപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ടാണല്ലോ കൂടി വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് അനേക വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ടല്ലോ കർത്താവെ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ കർത്താവ് മറുപടി തരുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഈ സമയത്ത് ഞങ്ങൾ കർത്താവെ ഷിബ ജോണി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ കർത്താവെ ഓപ്പറേഷനൊക്കെ വിജയകരമായി നടന്നുവെങ്കിലും പലതരമായ കോംപ്ലിക്കേഷൻ ഇപ്പോഴും ഉണ്ടല്ലോ കർത്താവ്. സഹായിക്കണമേ, വിടുതൽ കൊടുക്കണേ. പൂർണ്ണ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ഞങ്ങളുടെ മധ്യേ കടന്നു വരുവാനും വേണ്ടി ഞങ്ങൾക്ക് ഒന്നിച്ചതിനെ സ്തുതിപ്പാനും തക്കണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ക്ലോസിംഗ് പ്രയർ ചെയ്യുന്ന ലീലാമ കുര്യാക്കോസിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹപ്രദമായി നടക്കുവാൻ തക്കണം അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ സകല കാര്യങ്ങളും അവിടുത്തെ മുമ്പാകെ വയ്ക്കുന്നു. ചോദിച്ചാലും നനച്ചാലും അധികമായി സഹായിക്കണമേ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു.
സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ എല്ലാ കുടിവീടുകളിലും സംഗീതത്തിന് പ്രധാന ഒരു പങ്കുണ്ട്. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് പുതിയൊരു പാട്ട് പാടുവിൻ. ഭക്തന്മാരുടെ സഭയിൽ യഹോവയ്ക്ക് പുതിയ പാട്ടും അവന് സ്തുതിയും പാടുന്നത് നമ്മൾ 149 സങ്കീർത്തനം 1 വാക്യത്തിൽ വായിക്കുന്നു. ഇന്ന് നമ്മുടെ പ്രിയ ആശ്രിത് കണ്ണനാണ് മനോഹരമായ 2 പുതിയ പാട്ട് പാടാൻ പോകുന്നത്. നമുക്ക് ശ്രദ്ധ വെച്ച് കേൾക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഓവർ ടു ഡിയർ ആശ്രിത്. ദൈവത്തിന്റെ വിലയിരുന്ന വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാരൻസ് ഫോർ ലിവിംഗ് വേർഡ് എന്ന ചാനൽ നമുക്ക് വേണ്ടി ദൈവം തന്നതോർത്ത് എപ്പോഴും നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമുക്ക് യോർദാൻ കലങ്ങി മറിയുന്ന ഭാരങ്ങൾ ഒന്നിടവിട്ട് വരും. പക്ഷെ അതിനെല്ലാം വിശ്വാസത്തിൽ നിൽക്കാൻ ദൈവം കൃപകൾ ഇങ്ങനെ എണ്ണമില്ലാതെ തന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും നമ്മൾ പാടി എല്ലാ കാലഘട്ടത്തിലും പാടി ആശ്വസിക്കുന്ന പാട്ടാണ് എണ്ണി എണ്ണി സ്തുതിക്കുവാൻ. ആ പാട്ടോടുകൂടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.
യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ ഏലിയാവിൻ പുതപ്പിവിടെ നിന്റെ വിശ്വാസ ശോധനയിൽ ഏലിയാവിൻ പുതപ്പിവിടെ നിന്റെ വിശ്വാസ ശോധനയിൽ എന്നെ സ്തുതിക്കുക എണ്ണമില്ലാത്ത കൃപകളെല്ലാം ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയതാണേ. ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയതാണേ. എന്നെ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളെല്ലാം ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയതാണേ. ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയതാണേ. സ്തോത്രം. ഇനി ഒരു പാട്ടോട് അടുത്ത പാട്ട് 326 പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാം. എത്ര നല്ല സ്നേഹിതൻ ശ്രീ യേശു മഹാരാജൻ എന്ന് പറയുന്ന പാട്ട് നമുക്ക് പാടാം. സങ്കടങ്ങൾ തിങ്ങുമ്പോൾ സംഗീതം പാടാം അവങ്കൽ സങ്കേതം തേടാം എന്ന വരി എപ്പോഴും എന്നെ ആശ്വസിപ്പിക്കാറുണ്ട്. ദൈവനാമത്തിൽ നല്ല സ്നേഹിതൻ ശ്രീ യേശു മഹാരാജൻ നമുക്കുള്ള ആശ്രയമവനേകൻ. എത്ര നല്ല സ്നേഹിതൻ ശ്രീ യേശു മഹാരാജൻ നമുക്കുള്ള ആശ്രയമവനേകൻ. ആരുമിതുപോലും തന സ്നേഹിതൻ ഈ ഉലകിൽ അവൻ പ്രിയമരികിൽ. എത്ര നല്ല സ്നേഹിതൻ ശ്രീ യേശു മഹാരാജൻ നമുക്കുള്ള ആശ്രയമവനേകൻ. ദൈവകോപത്തിലായി നാം അരിശമഴലായി കുരിശിൽ മനസ്സൊടുകലിയായി നാം. ദൈവകോപത്തിലായി നാം അരിശമഴലായി കുരിശിൽ മനസ്സൊടുകലിയായി നാം. ജീവനെയും തന്നിടുവാൻ ആരും ഒരുങ്ങിയിടും ഇതേ വിധമാവും കഴിഞ്ഞിടും. ജീവനെയും തന്നിടുവാൻ ആരും ഒരുങ്ങിയിടും ഇതേ വിധമാവും കഴിഞ്ഞിടും. എത്ര നല്ല സ്നേഹിതൻ ശ്രീ യേശു മഹാരാജൻ നമുക്കുള്ള ആശ്രയമവനേകൻ.
നമുക്കുള്ളാശ്രയമവനേ. നിന്നയം ചുവന്നിടാം നാം ഏൽക്കുകയപമാനം, തന്നാമത്തിലാർക്കുമതഭിമാനം. നിന്നയം ചുവന്നിടാം നാം ഏൽക്കുകയപമാനം, തന്നാമത്തിലാർക്കുമതഭിമാനം. ഒന്നിലും ഭയന്നിടാതെ കണ്ണിൽ നിന്നിടാം, അവന്റെ പിന്നിൽ ഇറങ്ങിടാം. ഒന്നിലും ഭയന്നിടാതെ കണ്ണിൽ നിന്നിടാം, അവന്റെ പിന്നിൽ ഇറങ്ങിടാം. എത്ര നല്ല സ്നേഹിതൻ ശ്രീ യേശു മഹാരാജൻ, നമുക്കുള്ളാശ്രയമവനേ. ഓക്കെ, വളരെ മനോഹരമായിട്ട് 2 പാട്ടുകൾ പാടി. നമുക്ക് അത് പഴയ പാട്ടാണെങ്കിൽ എന്ന് നമുക്ക് പുതിയ പാട്ടാണ്. അത്രയ്ക്ക് മനോഹരമായിട്ട് അത് പാടുവാൻ സാധിച്ചു. ആദ്യത്തെ പാട്ട് ഇത്ര എല്ലാം എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകൾ ഞാൻ. നമ്മുടെ ജീവിതത്തിലെ കർത്താവിന്റെ കൃപകളെ വർണ്ണിക്കുവാൻ മാത്രമേ നമുക്ക് സമയമുള്ളൂ. അല്ലെങ്കിൽ അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകൾ ഞാൻ. ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാദമേ. തന്റെ ഭുജത്തിലാണ് ദൈവം നമ്മെ കരുതുന്നത്. അത്ര വലിയ ഭാഗ്യപദവി വേറെ ആർക്കാണ് ലഭിക്കുന്നത്? അടുത്ത പാട്ട്, എത്ര നല്ല സ്നേഹിതൻ ശ്രീ യേശു മഹാരാജൻ, നമുക്കുള്ള ആശ്രയം അവനെ. ദൈവമാണ് നമ്മുടെ ആശ്രയം, ദൈവമാണ് നമ്മുടെ എല്ലാം. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ആശ്രയിപ്പാൻ മതിയായ ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മനോഹരമായ 2 പാട്ട് പാടി തന്ന ആശ്രയത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്നും അനേക സ്ഥലങ്ങളിൽ പാടുവാൻ തക്കൊണ്ട് നിന്റെ മകളെ ദൈവം ഇടയാക്കട്ടെ. ഇനി അടുത്തതായിട്ട് വചനം കേൾക്കാൻ നാം കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 245 പ്രാവശ്യം നമ്മൾ വചനം കേട്ടതാണ്. നമുക്കത് എന്തുമാത്രം നമുക്ക് പ്രയോജനപ്പെട്ടു എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യുക. തുടർന്നും കേൾക്കുന്നവരായിട്ട് മാത്രമല്ല, അത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം എല്ലാവർക്കും മോശപ്പെടുമാറാകട്ടെ. ഇപ്പോൾ നമ്മളോട് പറയുന്ന സിസ്റ്റർ ഫേബ റോയിയാണ്. വളരെ അവരോട് സഹോദരി കാത്തിരിക്കുകയാണ്. ഞങ്ങൾ അവരോട് കാത്തിരിക്കുകയാണ് വചനം കേൾക്കാനായിട്ട്. ഓവർ ടു സിസ്റ്റർ ഫേബ റോയി. ദൈവനാമം മഹത്വപ്പെടുമാറാവട്ടെ. സോ കർത്താവിന്റെ സന്നിധിയിൽ കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് ദൈവവചനം സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എന്റെ ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ തന്നെ എല്ലാവരും ക്ഷമിച്ചുകൊള്ളണം എന്ന് അപേക്ഷയുണ്ട്. ദൈവവചനത്തിലൂടെ കടക്കുകയാണ്. സോ ഇന്നത്തെ ഒരു ചെറിയ ചിന്തയ്ക്ക്, ഇത് നമ്മൾ എല്ലാവരും പലവട്ടം കേട്ടിട്ടുള്ള ചിന്ത തന്നെയാണ്. പക്ഷെ ഒരു വട്ടം കൂടി നമ്മളെ ഓരോരുത്തരെയും പ്രാർത്ഥനാ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ ശോധന ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു വട്ടം കൂടി ഈ ഒരു മെസ്സേജ് കേൾക്കാം എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ 10:4-5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ജോൺ ചാപ്റ്റർ 10 verses 4 and 5. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായകൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. സോ ഈ ഒരു വാക്യം പല ചിന്തകളുള്ള ബന്ധത്തിൽ നമ്മൾ കേട്ടുള്ളതാണ്. സോ ഇന്ന് പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ നമുക്ക് ഈ ഒരു വാക്യത്തെ ഒന്ന് അനലൈസ് ചെയ്യാം. സോ ആദ്യം ഞാൻ ഈ വാക്യം ഒന്ന് വായിച്ചപ്പോൾ ഈ 4 വാക്യത്തിന്റെ 2ാം ഭാഗമാണ് എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ആടുകൾ തന്റെ ഇടയനെ അനുഗമിക്കുന്നത് ഇടയൻ എങ്ങോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഇടയന്റെ പ്ലാൻ എന്താണ് എന്നൊന്നും അറിഞ്ഞിട്ടല്ല. ആടുകൾ ഇടയനെ അനുഗമിക്കുന്നത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, ഇടയന്റെ ശബ്ദം അറിയുന്നത് കൊണ്ട്, ഇടയന്റെ ശബ്ദം റെക്കഗ്നൈസ് ചെയ്യുന്നത് കൊണ്ട്. പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും
അങ്ങനെ തന്നെയാണ് നമ്മളുടെ വോയിസ്, ഇടയന്റെ ശബ്ദം തിരിച്ചറിയുക എന്നുള്ളത്. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളവരാണ്, പല വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളവരാണ്. പക്ഷെ ചില സമയങ്ങളിൽ we still follow fear, we still follow pressure, we still follow ambition, and sometimes we follow people also. ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ അറിയാതെ നമ്മളുടെ ഭയത്തെ ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാവരുടെയും ആ ഒരു പ്രഷറൈസിങ് സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കാമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ കണ്ടിട്ട് നമ്മൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ആർ നോട്ട് ട്രെയിൻ ടു ഫോളോ അവർ ഇയേഴ്സ്. സംടൈംസ് നമ്മൾ നമ്മുടെ ഇയേഴ്സിനെ, നമ്മുടെ കാതുകളെ നമ്മൾ അത്രയും ട്രെയിൻ ചെയ്തിട്ടില്ല നമ്മുടെ ഇടയന്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചില സാഹചര്യങ്ങൾ, എപ്പോഴും അല്ല, ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെയും സംഭവിച്ചു പോകുന്നൊരു കാര്യമാണത്. ഇതേ അധ്യായം 26-27 വാക്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഓർഡർ നമ്മൾ കാണുന്നുണ്ട്. ആടുകൾ ആദ്യം ശബ്ദം കേൾക്കുന്നു, പിന്നെ ഇടയൻ അവയെ അറിയുന്നു, എന്നിട്ട് ആടുകൾ ഇടയനെ അനുഗമിക്കുന്നു. ഇതാണ് അവിടെ ഒരു ഓർഡർ ആയിട്ട് വരുന്നത്. ആദ്യം ഹിയർ, നോൺ ആൻഡ് ദെൻ ഫോളോ. അപ്പൊ ആദ്യം ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കുന്നു, എന്നിട്ട് ഇടയൻ അത് അറിയുന്നു, എന്നിട്ട് ഇടയനെ ആടുകൾ ഫോളോ ചെയ്യുന്നു. പക്ഷെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലുള്ള ബന്ധത്തിൽ പല സാഹചര്യങ്ങളിലും അതൊരു റിവേഴ്സ് പ്രോസസ് ആയിട്ടല്ലേ വരുന്നത്. നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലോകത്തുള്ള ട്രെൻഡ്സ് അനുസരിച്ച് കാര്യങ്ങൾ അനുഗമിച്ച് അത് പ്രാർത്ഥനയിലൂടെ കർത്താവിനെ അറിയിച്ച് ചിലപ്പോൾ നമ്മൾ ആ പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. നമ്മളത് റിവേഴ്സ് പ്രോസസ് ആയിട്ട് ചിലപ്പോൾ ചെയ്യുന്നത്. വി ഫോളോ ദ ട്രെൻഡ്സ് ആൻഡ് ദെൻ വി ലെറ്റ് നോ വാട്ട് ഇസ് ഹാപ്പനിങ് ടു ഗോഡ് ആൻഡ് ദെൻ വി ട്രൈ ടു ഹിയർ ഫ്രം ദ ലോർഡ്. എന്നാൽ ദൈവത്തിനും നമ്മളോട് പറയുന്നത്, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, വി ആർ സപ്പോസ് ടു ഹിയർ ടു ദ ഷെപ്പർഡ് ആൻഡ് ദെൻ let the shepherd know about it and then follow him, follow his ways or his plans he have for us. Jesus never defined prayer as speaking. He defined it as following. കർത്താവിന്റെ വഴി അനുഗമിക്കുക, അല്ലെങ്കിൽ കർത്താവിന്റെ ഇടയനെ അനുഗമിക്കുക എന്നുള്ളതാണ് ദൈവത്തിൽ നമുക്ക് ഇവിടെ പഠിപ്പിച്ചിരുന്നത്. ഈ ഒരു മെത്തേഡ്, അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ആണ് കർത്താവ് നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത് നമ്മൾ അവിടെ കാണുന്നത്, തനിക്കുള്ളവയൊക്കെ കാണുന്നത്. ഇവിടെ ഇടയൻ ഒരു മിലിറ്ററി ഓഫീസറിനെ പോലെ ഗോ ലെഫ്റ്റ്, ഗോ റൈറ്റ് എന്നൊന്നും പറയുന്നത് നമ്മൾ കാണുന്നില്ല. ആടുകൾ ഇടയന്റെ പിന്നാലെ നടക്കുന്നു. ഇടയൻ അവരെ ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസ് ഒന്നും കൊടുക്കും. There is less about instructions. and സങ്കീർത്തനത്തിൽ വരുമ്പോൾ സങ്കീർത്തനം 23-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. Psalms chapter 23 verses 1-3. യഹോവ എന്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്റെ നീതിപാതകളിൽ നടത്തുന്നു. ഇവിടെ ഇടയൻ ആടുകളെ തന്റെ നീതിപാതകളിൽ നടത്തുന്നതായിട്ടും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് നടത്തുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അവിടെയൊക്കെ ലീഡ് ചെയ്യുന്നത് ഷെപ്പേർഡാണ്. അവിടെ ഒരിക്കലും ഒരു സാഹചര്യത്തിലും ആട് പോയിട്ട് ഷെപ്പേർഡിന്റെ അടുത്ത് ചെന്നിട്ട് ഈ വഴിക്കൊന്നും പോവണ്ട എന്ന് പറയുന്നത് നമ്മൾ കാണുന്നില്ല. അല്ലെങ്കിൽ ഒരു നെഗോസിയേഷൻ പ്രോസസ്, അല്ലെങ്കിൽ ഒരു ബാർഗെയിനിങ് പ്രോസസ് അവിടെ നമ്മൾ കാണുന്നില്ല. ദ ഷീപ്പ് ഇസ് നോട്ട് നെഗോഷിയേറ്റിംഗ് ദ പാത്ത്, ദേ ആർ ജസ്റ്റ് ട്രസ്റ്റിംഗ് ദ പ്രസൻസ് ഓഫ് ഷെപ്പേർഡ്. ആ ഒരു ഇടയന്റെ സാന്നിധ്യം, അല്ലെങ്കിൽ ആ ഒരു ഇടയന്റെ പ്രസൻസ് വിശ്വസിക്കുന്ന, കണ്ണടച്ച് വിശ്വസിക്കുന്ന ആടുകളെ ആണ് നമ്മൾ അവിടെ കാണുന്നത്. അത് തന്നെയായിരിക്കണം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ. ഇടയന്റെ വാക്കുകൾ, ഇടയന് നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശം, ഇടയന് നമ്മളെ കുറിച്ചുള്ള ഹിതം, അത് കണ്ണുമടച്ച് ട്രസ്റ്റ് ചെയ്യാൻ ഇടയന്റെ സാന്നിധ്യം. കാര്യം നമുക്ക് മുന്നിൽ പോകുന്ന ഒരു ഇടയനുണ്ട്. ആ ഒരു ഇടയന്റെ സാന്നിധ്യം കണ്ണുമടച്ച് ട്രസ്റ്റ് ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മൾ ഇടയന്റെ പിന്നാലെ പോയി പോകുന്ന ആടുകളാണ്. സോ വൈൽ വാക്കിംഗ് വിത്ത് ഹിം വി ഹാവ് ടു ടോക്ക് ടു ഹിം. അതല്ലാതെ പലപ്പോഴും ആ ഒരു വഴിയിൽ നിന്നിട്ട് നമുക്കൊന്ന് വഴി മാറ്റി നോക്കാം എന്ന് പറയുന്ന ഒരു ഇടയനെ, ഒരു ആടിനെ നമ്മൾ ഒരിക്കലും ഇതുവരെ കണ്ടിട്ടില്ല, ഇനി കാണാൻ പോകുന്നതുമില്ല. സോ അതാണ് ദൈവജനം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഷീപ്പ് ഡു നോട്ട് ആസ്ക് ദ ഷെപ്പേർഡ് വേർ ടു ഗോ. They watch where the shepherd is going and they are following the shepherd.
അത് ഷെപ്പേർഡിന് തന്നെ കുറിച്ചുള്ള ഉദ്ദേശം അല്ലെങ്കിൽ ഷെപ്പേർഡിന് തന്നെ കുറിച്ചുള്ള ആ ഒരു വിൽ അതനുസരിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്ന ആടുകളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അത് പ്രാഥമിക നെഗോസിയേഷൻ പ്രോസസ് ആയിരിക്കാതെ that's a process to trust our shepherd and go according to his will and listen to him. ഇനി മൂന്നാമത്തെ point, നമ്മുടെ ഈ ഒരു ശബ്ദം അറിയായക കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ഇവിടെ കർത്താവ് യേശുക്രിസ്തു അന്യന്റെ ശബ്ദം അനുഗമിക്കുന്നില്ല. അതിനുള്ള ഒരേ ഒരു കാരണമാണ് പറയുന്നത്, ആ ഒരു ശബ്ദം ആടുകൾക്ക് അറിയത്തില്ല. അവിടെ അന്യന്റെ ശബ്ദം ഭയങ്കര സ്കേറി ആണെന്നോ അല്ലെങ്കിൽ അന്യന്റെ ശബ്ദം ഭയങ്കര പാപിയുടെ ശബ്ദം പോലെയാണെന്നോ ഭയങ്കര ലൗഡ് ആണെന്നോ ഒന്നുമല്ല കർത്താവ് യേശുക്രിസ്തുവിടെ പറയുന്നത്. അത് അൺഫെമിലിയർ ആണ്, ഇതുവരെ ആടുകൾ കേട്ടിട്ടില്ലാത്ത ശബ്ദമാണ്, അല്ലെങ്കിൽ ആടുകൾ ഇടയന്റെ ശബ്ദമല്ല എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ആ ഒരു ശബ്ദം വേണ്ടാന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇതേപോലത്തെ ശബ്ദങ്ങൾ അല്ലേ, ഈവിൽ അല്ലാത്ത ശബ്ദങ്ങളാണ്. അത് ചിലപ്പോ ലോജിക് ആയിരിക്കും, ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, ഏർജൻസി ആയിരിക്കും, ചിലപ്പോ ഗുഡ് അഡ്വൈസസ് ആയിരിക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ലോജിക്കലായിട്ട് നമ്മളോട് വന്നിട്ട് ഇല്ല ഈ തീരുമാനം എടുക്കുന്നതാണ് ലോജിക്കലി കറക്റ്റ്, അല്ലെങ്കിൽ ഈ അവസരം ഇപ്പൊ വിട്ടുകളയാതിരിക്കുന്നതാണ് 100% നല്ലത് എന്നൊക്കെ നമ്മളോട് വന്ന് നല്ല രീതിയിൽ അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു വഴിക്ക് പോവാത്തത്? ബിക്കോസ് ഇറ്റ് ഡസൻ സൗണ്ട് ലൈക്ക് ഷെപ്പേർഡ്. അതുകൊണ്ടാണ് ആടുകളെ നമ്മൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടത്. നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മളുടെ ഒരു നമ്മുടെ പ്രെയർ ലൈഫ് വെച്ച് നമ്മളിവിടെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഡു വി റൺ ഫ്രം വോയിസസ് ദാറ്റ് ഡസൻ സൗണ്ട് ലൈക്ക് ജീസസ്? ഈ വോയിസസ് ആക്ച്വലി ഇറ്റ് ക്യാൻ മേക്ക് സെൻസ്, ബട്ട് ഡു യു റൺ ഫ്രം ഇറ്റ് ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഡസൻ സൗണ്ട് ലൈക്ക് ജീസസ്? നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മുടെ കർത്താവിന്റെ ഉദ്ദേശം അതേപടി കേട്ടിട്ട് ആ ഒരു ശബ്ദം തിരിച്ചറിഞ്ഞ് ആ ഒരു ശബ്ദത്തിനനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? പല ശബ്ദങ്ങളുണ്ടാവും, പല നോയ്സസ് ഉണ്ടാവും, സ്ട്രേഞ്ചേഴ്സിന്റെ പല നോയ്സസ് നമ്മുടെ ചുറ്റും ഉണ്ടാവും. That doesn't really that will actually make sense. അത് നല്ല സെൻസിബിൾ ആയിരിക്കും, അവർ പറയുന്ന ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് കർത്താവിന്റെ ശബ്ദമല്ല എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം നമ്മൾ അതിന് പിന്നാലെ പോവാതിരുന്നിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ പോയിന്റ്, ഇപ്പം നമ്മളവിടെ നോക്കുമ്പോൾ ഇടയൻ ഇൻസ്ട്രക്ഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിലിറ്ററി ഓഫീസേഴ്സിനെ പോലെ തന്നെ എപ്പോഴും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇടയൻ അല്ല നമ്മളിവിടെ കാണുന്നത്. ആ ഇടയൻ അത്രയും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാതിരിക്കുന്നതിന് കാര്യമാണ്, ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. കാര്യം ഇടയന്റെ പിന്നാലെ തന്നെ ആടുകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കേണ്ട ആവശ്യം അവിടെ ഇടയനും ഇല്ല. എപ്പോഴും സംസാരിച്ച കാര്യം ആടുകൾക്ക് തന്നെ ഇടയന്റെ ശബ്ദം അറിയാം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് മറുപടി വരാൻ ലേറ്റ് ആവും. നമ്മൾ ഇടയന്റെ പിന്നാലെ പോവുകയാണെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാരണം കൊണ്ട് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ചിലപ്പോൾ മറുപടി കിട്ടാൻ ലേറ്റ് ആവുമ്പോൾ വാട്ട് ഡു വി ഡു? നമ്മൾ നോർമലി എന്താണ് ചെയ്യാറുള്ളത്? വി ഡു പാനിക് അല്ലെ? ആ ഒരു സൈലൻസ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പാനിക് എന്ന് പറയുന്ന സിറ്റുവേഷനിലോട്ട് എത്തുന്നത്, നമുക്ക് ഇനി എന്താ ചെയ്യണ്ടേ എന്നുള്ള സിറ്റുവേഷനിലോട്ട് എത്തുന്നത് നമ്മളെപ്പോഴും കാണാറുണ്ട്. പക്ഷെ സങ്കീർത്തനം 46 10 വാക്യത്തിൽ എങ്ങനെയാണ് പറയുന്നത്? ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ എം ഗോഡ്. നിങ്ങൾ പിന്തുടരുന്നത് ആരെയാണ്? പിന്തുടരുന്ന ഒരു ആടിന് തന്റെ ഷെപ്പേർഡിനെ പിന്തുടർന്നാൽ മാത്രം മതി. ആ ഒരു പ്രേയറിനോടുള്ള ബന്ധത്തിലാണെങ്കിൽ പോലും പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകുന്ന സമയത്ത് യു ഡോണ്ട് ഹാവ് ടു പാനിക്, യു ജസ്റ്റ് ഹാവ് ടു റെസ്റ്റ്. ആ ഒരു റെസ്റ്റ്ഫുൾ മൈൻഡ്, ജോയ്ഫുൾ മൈൻഡോട് കൂടി ഇടയനെ പിന്തുടർന്നാൽ മാത്രം മതി. ഇടയൻ എന്നെ കൊണ്ടെത്തിക്കാൻ പോകുന്ന ഡെസ്റ്റിനേഷൻ ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് വൺ. ഇടയൻ ഒരിക്കലും മോശം, ഇത് നമ്മുടെ ഒരു സാധാരണ ഒരു മനുഷ്യനായ ഒരു ഇടയൻ പോലും ഒരു മോശമായ സ്ഥലത്തോട്ട് ഒരിക്കലും ആടുകളെ കൊണ്ടെത്തിക്കില്ല. സോ യു ഡോണ്ട് ഹാവ് ടു പാനിക്. നമ്മുടെ കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്ന വഴി എന്തുകൊണ്ടും കൃത്യമായ ഒരു വഴിയിലോട്ടായിരിക്കും നമ്മളെ എത്തിക്കുന്ന. ആ ഒരു ഡെസ്റ്റിനേഷൻ ബ്യൂട്ടിഫുൾ എന്നുള്ള ആ ഒരു സമാധാനത്തോടെ യു ഡോണ്ട് ഹാവ് ടു പാനിക് ഡ്യൂറിങ് ദ വെയിറ്റിംഗ് പീരിയഡ്. അടുത്ത പോയിന്റ് ഇതിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവന് വാതിൽ തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ചു പുറത്തു കൊണ്ടുപോകുന്നു. ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ഷെപ്പേർഡ്, ഒരു ക്രൗഡിനെ ലീഡ് ചെയ്യുന്ന ഒരു ഷെപ്പേർഡ് അല്ല ഇവിടെ കാണുന്നത്. പേർ ചൊല്ലി വിളിച്ച് ഓരോരുത്തരെയും ലീഡ് ചെയ്യുന്ന ഒരു ഷെപ്പേർഡിനെ നമ്മൾ കാണുന്നു. ഇപ്പൊ നമ്മുടെ ലീഡേഴ്സിനെ, ഈ ഒരു ലോകത്തെ ലീഡേഴ്സിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊരു ക്രൗഡിനെ ലീഡ് ചെയ്യുന്നവരാണ്. ഇതൊക്കെ ഒരാളുടെ പേരോ അല്ലെങ്കിൽ ഒരാൾ ആരാണ് എന്നുള്ളതൊന്നും അവർ അറിയേണ്ട ആവശ്യമില്ല, അറിയേണ്ട ആവശ്യം അവരെല്ലാം അറിയാൻ ശ്രമിക്കാറുമില്ല. പക്ഷെ ഇവിടുത്തെ ഇടയൻ
ഹി നോസ് us ഇൻഡിവിജ്വലി. നമ്മളുടെ പ്രാർത്ഥന ജീവിതം മറ്റുള്ളവരുടെ പ്രാർത്ഥന ജീവിതമായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരാവശ്യമില്ല. ബിക്കോസ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവാണ്. നമ്മളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത്. യെശയ്യാവ് 43:1 വാക്യത്തിൽ പറയുന്നത്, ഐ ഹാവ് കോൾഡ് യു ബൈ നെയിം ആൻഡ് യു ആർ മൈൻ. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കാണ് കർത്താവ് പറയുന്നത്. സോ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് ഒന്നും ആയിരിക്കത്തില്ല. ബിക്കോസ് പ്രയർ ഇസ് നോട്ട് എഫക്റ്റീവ് ബിക്കോസ് ഇറ്റ്സ് ലോങ്, ഇറ്റ് ഇസ് എഫക്റ്റീവ് ബിക്കോസ് ഇറ്റ്സ് പേഴ്സണൽ. കാര്യം ഗോഡ് ഡസന്റ് വാണ്ട് a vocabulary or anything. He wants our attention. കർത്താവിനെ കേൾക്കുന്ന, കർത്താവിന്റെ ശബ്ദം കേട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ആളുകളായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്നുള്ളതാണ് കർത്താവ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പേഴ്സണൽ വോയിസ്, ആ പേഴ്സണൽ ടൈം വിച്ച് വി ആർ ഗിവിംഗ്. കാര്യം പ്രാർത്ഥന ഒരു കോൺവെർസേഷൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ കോൺവെർസേഷനിൽ നമ്മൾ പലപ്പോഴും നമ്മളുടെ ഭാഗം അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളത് പറയാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷെ കർത്താവിന് പറയാൻ അല്ലെങ്കിൽ ഇടയൻ നമ്മളോട് തരുന്ന ഇൻസ്ട്രക്ഷൻസ്, അല്ലെങ്കിൽ ഇടയൻ നമ്മളോട് നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തത് പോയിന്റ് എന്ന് പറയുന്നത്, എന്തുകൊണ്ടായിരിക്കും തന്റെ ഇടയന്റെ ശബ്ദം തിരിച്ചറിയുന്നത്? ഇതുകൊണ്ടാണ്. ശബ്ദം ഒരു ആട് എന്തായാലും തിരിച്ചറിയണം എന്നില്ല. പക്ഷെ ഇടയന്റെ ശബ്ദം തിരിച്ചറിയുന്നത് ബിക്കോസ് അത് സോ ഇടയന്റെ ശബ്ദം തിരിച്ചറിയുന്നതിന് ഏറ്റവും വലിയ കാരണം ഇടയന്റെ ശബ്ദം എപ്പോഴും കേൾക്കുന്നതുകൊണ്ടാണ്. ഇടയന്റെ ശബ്ദം എമർജൻസി സിറ്റുവേഷൻസിൽ മാത്രം കേൾക്കുന്ന ഒരാളാണെങ്കിൽ ഇടയന്റെ ശബ്ദം ഒരിക്കലും തിരിച്ചറിയത്തില്ല. പക്ഷെ ഇടയന്റെ ശബ്ദം തിരിച്ചറിയുന്ന ഓർഡിനറി ഡേയ്സ്, നോർമൽ ഡേയ്സിലൊക്കെ കേട്ട് അത് ശീലമായതുകൊണ്ട് തന്നെയാണ്. സോ നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ഇപ്പൊ ഞാൻ ഒരു യങ്സ്റ്റേഴ്സ്, ഈ മെസ്സേജ് യങ്സ്റ്റേഴ്സിന് വേണ്ടിയാണ് മെയിൻലി പ്രിപ്പയർ ചെയ്തത്. സോ ഈ യങ് ഏജിലൊക്കെ നമ്മൾ പലപ്പോഴും ആവശ്യങ്ങൾക്ക് മാത്രം പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ക്രൈസിസ് സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര നോർമലാണ്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, എമർജൻസി സിറ്റുവേഷൻസിൽ മാത്രം പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ മാത്രം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ യു വോണ്ട് നോ ആ ഒരു ഷെപ്പേർഡിന്റെ ശബ്ദം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല. ഷെപ്പേർഡിന്റെ ശബ്ദവും പുറത്തുനിന്ന് വരുന്ന സ്ട്രേഞ്ചേഴ്സിന്റെ ശബ്ദവും നോയ്സസുമായിട്ട് നമ്മൾ ചിലപ്പോൾ അത് കൺഫ്യൂസ് ചെയ്ത് ഒരു തെറ്റായ ഡിസിഷനിലോട്ടൊക്കെ ലൈഫിൽ എത്താൻ സാധ്യതയുണ്ട്. സോ പ്രേ ഇൻ ക്വയറ്റ് സീസൺസ്. ബിക്കോസ് ഞാൻ ഒരു കോട്ട് കേട്ടിട്ടുണ്ട് ഒരു പ്രസംഗത്തില്, പ്രേയർ ഇൻ ക്വയറ്റ് സീസൺസ് ട്രെയിൻസ് യുവർ ഇയർ ഫോർ ലവ്ഡ് സ്റ്റോൺസ്. വലിയ വരാനിരിക്കുന്ന ഈ ഒരു സ്റ്റോൺസ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം എന്താണെങ്കിലും അതിനു വേണ്ടി നമ്മളുടെ ഇയേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നത് ഈ ക്വയറ്റ് സീസൺസിലെ നമ്മുടെ പ്രേയർ ആണ്. സോ നമ്മൾ ഈ ഒരു ജീവിതത്തിന്റെ, അല്ലെങ്കിൽ if we only prayer when life breaks, you will confuse God's voice with all the noises around us. ഇനി അവസാനത്തെ പോയിന്റിലോട്ട് കിടക്കുകയാണ്. സോ നമ്മൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയിലൂടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു കോൺവെർസേഷൻ ആണെങ്കിൽ പലപ്പോഴും നമ്മുടെ ആവശ്യം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് നേടിയെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കണ്ടുപിടിച്ച ഒരു സൊല്യൂഷൻ ദൈവം അപ്രൂവ് ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ടത്, ഗോഡ് ഇസ് നോട്ട് ലോസ്റ്റ്, വി ആർ ലോസ്റ്റ്. ദ ഷെപ്പർഡ് ഇസ് ഓൾവേസ് വാക്കിംഗ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ ആക്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ മാത്രം ദൈവത്തെ ആക്ടിവേറ്റ് ചെയ്യാനോ അല്ല. വി ആർ പ്രേയിങ് ഫോർ റീപൊസിഷനിങ് ourselves. Prayer repositions the sheep. പ്രാർത്ഥന എന്ന് പറയുന്നത് ആടുകളെ ആ ഒരു കറക്റ്റ് പൊസിഷനിലോട്ട് കൊണ്ടുപോകാനാണ്, ആടുകളെ കർത്താവിന്റെ ലീഡിങ്ങിലോട്ട് കൊണ്ടുപോകാനാണ്. Prayer is not to bring God into our situation, it is to bring us into his leading. സദൃശവാക്യം 3:6 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, നിന്റെ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതയെ നേരെയാക്കും. എല്ലാ വഴികളിലും, in all your ways acknowledge him. Prayer is acknowledgement we want before action. സോ നമ്മൾ പലപ്പോഴും എല്ലാ സാഹചര്യത്തിലും നല്ല ഒച്ചത്തിലും ലോങ് ആയിട്ടും പബ്ലിക്കായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. ബട്ട് സ്റ്റിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ അറിയാണ്ട് സ്ട്രേഞ്ചറിന്റെ വോയിസ് എന്ന് പറഞ്ഞ പോലെ ഈവിൽ വോയിസ് ഒന്നുമല്ല, പക്ഷെ സ്ട്രേഞ്ചറിന്റെ വോയിസ് അറിയാതെ നമ്മൾ ഫോളോ ചെയ്തു പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇതേ അധ്യായത്തിന്റെ 28 യോഹന്നാൻ 10:28 കർത്താവ് നമുക്ക് പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്.
ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോവുകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. No one will snatch them out of my hand. ഇവിടെ കർത്താവ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സേഫ്റ്റി ഉണ്ട്. സേഫ്റ്റി ഇസ് നോട്ട് ഇൻ ഇൻഫർമേഷൻ, സേഫ്റ്റി ഇസ് ഇൻ റെക്കഗ്നിഷൻ. പ്രേയർ ഇസ് നോട്ട് ടോക്കിംഗ് ടു ഗോഡ്, ഇറ്റ് ഇസ് ലേണിംഗ് ടു റെക്കഗ്നൈസ് ഹിസ് വോയിസ്. കർത്താവിനോട് സംസാരിക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്, അത് കർത്താവിന്റെ വോയിസ് തിരിച്ചറിയുന്നതും കൂടിയാണ്. നമ്മൾ എപ്പോഴും പറയാറില്ല, ആ ഗോഡ് ഇസ് എൻ ഓസം ഗോഡ് ബിക്കോസ് ഹി നെവർ ഫെയിൽസ് ടു ലിസൺ ടു മീ. നമ്മൾ പറയുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനയും നമ്മളുടെ ആവശ്യങ്ങളും എന്താണെങ്കിലും കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പക്ഷെ കർത്താവിനോട് ആരെങ്കിലും ഒന്ന് നമുക്കൊരു ഇമാജിനറി സിറ്റുവേഷൻ, കർത്താവിനോട് ഒരു ദൂതം വന്ന് ചോദിക്കാണ്, ഇതേപോലെ കർത്താവ് അങ്ങ് ഫേബ പറയുന്നത് കേൾക്കുന്ന പോലെ ഫേബ അങ്ങ് പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ മറുപടി എന്തായിരിക്കും? അത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചോദ്യം ചെയ്യാം. ഇതായിരിക്കരുത് ഹൂസ് വാഷ്. യഥാർത്ഥ പ്രാർത്ഥന ആമേൻ എന്നുള്ള വാക്കുകൊണ്ട് തീർന്നതല്ല. ഇറ്റ് വിൽ ഓൾവേസ് കണ്ടിന്യൂ വെൻ യു ചൂസ് വൺ വോയിസ് ഓഫ് ഓവർ ഓൾ ദി അതർ വോയിസസ് അറൗണ്ട് us. ആ ഒരു ഷെപ്പേർഡിന്റെ, ആ നല്ല ഇടയന്റെ വോയിസ് നമ്മൾ എല്ലാ വോയിസിന്റെയും നില ചൂസ് ചെയ്ത് ആ ഒരു ശബ്ദം അനുസരിച്ച് നടക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന പിന്നെയും കണ്ടിന്യൂ ചെയ്യാണ് ആമേൻ എന്ന വാക്കിന് ശേഷം. ഈ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മള് നല്ല ഒരു വചനം കേൾക്കുവാൻ ദൈവം സഹായിച്ചു. ഇതിനകത്ത് പല കാര്യങ്ങൾ ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ആടുകൾ ഇടയനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആടുകൾ ഇടയന്റെ ശബ്ദം മനസ്സിലാക്കുന്നു. അത് വളരെ വളരെ ശരിയാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായം മുതൽ തന്നെ ഈ ഇടയന്റെ ശബ്ദം കേട്ട് കേട്ട് ആടുകൾക്ക് നല്ല പരിചയം. അപ്പൊ വേറെ ഒരാൾ വന്ന് വിളിച്ചാൽ ഒരിക്കലും ആ ആടുകൾ അതിന്റെ പുറകെ പോവുകയില്ല. അത് പല ഉദാഹരണങ്ങൾ കൂടെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു 3-4 കൂട്ടം ആട്ടിൻകൂട്ടം ഒരു സ്ഥലത്ത് കിടന്നാൽ ഒരു ഇടയൻ ഒരു ശബ്ദം പുറപ്പെടുവിച്ചാൽ ആ കൂട്ടത്തിലുള്ള ആടുകൾ മാത്രമേ അതിന്റെ പുറകെ പോവുള്ളൂ. വേറെ ഒരാടും അതിന്റെ പുറകെ പോവുകയില്ല. അപ്പൊ അതുപോലെ നമ്മുടെ ജീവിതത്തില് ഈ നമ്മുടെ ഇടയന്റെ ശബ്ദം ഓരോ ദിവസവും കേട്ട് മുമ്പോട്ട് പോകാൻ തക്കവണ്ണം നമ്മെ സഹായിക്കട്ടെ. 7 പോയിന്റാണ് പറഞ്ഞത്. ദൈവനാമം എല്ലാവർക്കും മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ സേവ സഹോദരിയായിട്ട് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും കൂടുതലായിട്ട് കുട്ടികളുടെ ഇടയിലും യുവാക്കളുടെ ഇടയിലും ഒക്കെ പ്രവർത്തിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഒട്ടും നല്ല കഴിവിനായിട്ട് സ്തോത്രം ചെയ്യാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.